Hi students, welcome to ASF Academy. I am Femi. Today we discuss the topic final accounts. Financial accounting എന്നുള്ള സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് final accounts. That means trading, profit and loss account and balance sheet. ആ ഒരു ഏരിയയിലെ കുറച്ച് പോർഷൻസ് ആണ് ഇനി വരുന്ന 2-3 വീഡിയോസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അതിലെ ബേസിക് ഇൻഫോർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. അതായത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എന്താണ് ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന്റെ ഒരു വീഡിയോ ഇടും. അത് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് മീനിങ് എന്താണ് ഫൈനൽ അക്കൗണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഫൈനൽ അക്കൗണ്ട് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുക ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസസ്. ട്രയൽ ബാലൻസസ് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമാണ് ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മളെ ജേർണൽസ്, ലെഡ്ജേഴ്സ്, അതേപോലെ തന്നെ ട്രയൽ ബാലൻസ് ഇത്രയും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഈ ഫൈനൽ അക്കൗണ്ട്സ് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഈ നേരത്തെ പറഞ്ഞ ജേർണൽസ് ആവട്ടെ, ലെഡ്ജേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ആവട്ടെ, ഇതൊന്നും നമുക്ക് കമ്പനിയുടെ അല്ലെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാവില്ല. അതായത് പ്രോഫിറ്റിലാണോ കമ്പനി റൺ ചെയ്യുന്നത്, ലോസിലാണോ കമ്പനി റൺ ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ അറ്റ് ദ ഫൈനൽ സ്റ്റേജ്. ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സൈക്കിളിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ജഡ്ജ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻസ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ ജഡ്ജ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്? ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് മെയ്ഡ് ബൈ ദ ബിസിനസ്. ആ ഒരു അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു വർഷം കമ്പനി ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഉണ്ടായത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഈ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇനി ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ട്രയൽ ബാലൻസ് എന്നാണ്. എന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ടു പ്രൊവൈഡ് നെസസറി ഇൻഫോർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ട ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ ആരൊക്കെയാവാം? ഷെയർ ഹോൾഡേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആവാം. അത് നമ്മളുടെ കമ്പനിയോട് കണക്റ്റഡ് ആയിട്ടില്ല, നമ്മുടെ കമ്പനിയുടെ ഇൻഫോർമേഷൻ വേണ്ട ആളുകൾ, അവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ അവർക്ക് എന്ത് ഇൻഫോർമേഷൻ ആണ് കമ്പനിയിൽ നിന്ന് ആവശ്യം? കമ്പനി എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, പ്രോഫിറ്റിലാണോ ലോസിലാണോ റൺ ചെയ്യുന്നത് എന്നുള്ള ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ബാലൻസ് ഷീറ്റിൽ നിന്നും മനസ്സിലാവും. ഇതിൽ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു പീരിയഡത്തെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 2020 കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അറിയാം. ആ സ്ഥാനത്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു പീരിയഡത്തെ അല്ല, ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ. ഫോർ എക്സാമ്പിൾ ഡിസംബർ 31 എന്താണ് കമ്പനിയുടെ പൊസിഷൻ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പേജിൽ വരുമ്പോൾ പറയാം. ഇതിൽ ഇത്രേ ഉള്ളൂ. മീനിങ് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. ഇനി അതേപോലെ ഫൈനൽ അക്കൗണ്ട്സിന് നമ്മൾ ഓൾസോ നോൺ ആസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി ഓരോന്ന് ഹെഡ് നമുക്ക് സെപ്പറേറ്റ് പറയാം. ഫസ്റ്റ് ഹെഡ് എന്താ? ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഹെഡ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? ട്രേഡിംഗിന്റെ റിസൾട്ട് ഷോ ചെയ്യുക. ട്രേഡിംഗ് പറഞ്ഞ എന്താ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരിയഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരിയഡ്. ഈ വർഷത്തിൽ എത്രത്തോളം ബൈയിങ് ആൻഡ് സെല്ലിംഗ് നമ്മൾ നടത്തി, നമ്മുടെ ഗുഡ്സ് ബൈ ചെയ്യാൻ വേണ്ട, അതായത് നമ്മൾ എത്രത്തോളം പർച്ചേസസ് ചെയ്തു, എത്രത്തോളം സെയിൽസ് നടത്തി, അതിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ട് വന്ന എക്സ്പെൻസസ് എന്തൊക്കെ, ഇതെല്ലാത്തിന്റെയും ഒരു നെറ്റ് റിസൾട്ട് ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയും. അതായത് കമ്പനി മാനുഫാക്ചറിങ്ങിന്റെ ഡയറക്റ്റ് എക്സ്പെൻസസും ആ പർച്ചേസസും അതുവഴി കിട്ടുന്ന സെയിൽസും, അതായത് ആ പർച്ചേസസ് നടത്തി എക്സ്പെൻസസോട് കൂടി പ്രൊഡക്ഷൻ നടത്തി സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ആ സെയിൽസ് എത്രയാണ്, ഇതിന്റെ ഒരു നെറ്റ് റിസൾട്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ദ റിസൾട്ട് മേ ബി ഐദർ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഒന്നല്ലേ ഗ്രോസ് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആവാം. ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴാവുക? ഇഫ് ദ റിസൾട്ട് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസ് പ്രൊസീഡ്സ് എക്സീഡഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെക്കാട്ടിലും സെയിൽസ് ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞാൽ എന്താ? പർച്ചേസസ്
പ്ലസ് നമുക്ക് അതിൽ വരുന്ന എക്സ്പെൻസസ്, ഡയറക്റ്റ് എന്തൊക്കെ എക്സ്പെൻസസ് വരുന്ന വെച്ചാൽ ആ ഡയറക്റ്റ് എക്സ്പെൻസസും നമ്മുടെ പർച്ചേസസും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്ന് അതിന്റെ കൂടെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ആ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കും ആഡ് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രോസ് ലോസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, നമ്മൾക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസ് പ്രൊസീഡിനെക്കാട്ടിലും കൂടുതലാണ് എന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് വന്ന എക്സ്പെൻസസ് ആണ് കൂടുതൽ, പക്ഷെ സെയിൽസ് റിട്ടേൺസ് കുറവാണെങ്കിൽ ഗ്രോസ് ലോസ് ആണ് അവിടെ. ഓക്കെ, ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് ഉള്ളൊരു മീനിങ് പറയുമ്പോൾ. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട്, നോർമലി എസ് എയിലൊന്നും ചോദിക്കില്ല, ഷോർട്ട് എസ് എയിലൊക്കെയാണോ, ഷോർട്ട് എസ് എയിലും വരില്ല, ഷോർട്ട് നോട്ട്സിലൊക്കെയാണ് വരാറുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഒരു ഫോർമാറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻറ്റഡ്. നമ്മൾ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞു ഒരു പെർട്ടിക്കുലർ പീരിയഡത്തെയാണ്, ലൈക്ക് 31st 2020 എത്ര അങ്ങനെ പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡത്തെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരിക. അതിൽ എന്തെല്ലാം വരും നോക്കുക. ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസസ്, അതിന് പർച്ചേസസ് എന്ത് ലെസ് ചെയ്യണം, പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ. അതേപോലെ അതിൽ വേറെ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് പറയുമ്പോൾ ഏതൊക്കെയാണ്, കാരിയേജ്, ഫ്രൈറ്റ്, ഓക്ട്രിയോ, ഡക് ഡ്യൂട്ടീസ്, എക്സസ് ഡ്യൂട്ടീസ്, റോയൽറ്റി, മോട്ടീവ് പവർ, കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ, ഫാക്ടറി എക്സ്പെൻസസ്. ഇത്രയും ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യാണ്ട്. ഇതിലെല്ലാം ഒന്നും വരില്ല, നമ്മൾ ഫോർമാറ്റ് ഇടുമ്പോൾ എത്രയും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നോ രണ്ടോ വന്നെങ്കിൽ, നോർമലി കാരിയേജ്, ഇൻവേർഡ്, ഫ്രൈറ്റ്, അങ്ങനെയുള്ള കോമൺ ആയിട്ട് ഇങ്ങനത്തെ ഒന്നോ രണ്ടെണ്ണമൊക്കെ വരാറുള്ളൂ. ഫോർമാറ്റ് ഇടുമ്പോൾ എല്ലാം കൂടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ എല്ലാം എഴുതി. അതേപോലെ ഇങ്ങേ സൈഡിൽ എന്തൊക്കെയാണ്, സെയിൽസിൽ നിന്ന് എന്ത് റിട്ടേൺസ് ലെസ് ചെയ്യണം, സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്ത എമൗണ്ട് കാണിക്കേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പുറം കാണിച്ചു, അതേപോലെ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കും കാണിച്ചു കഴിഞ്ഞിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്, ഗ്രോസ് ലോസ് ആണെങ്കിൽ ഇങ്ങേ സൈഡിലും എഴുതുക. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നു, നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുക. അതിൽ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാതെ. അപ്പർ സെക്ഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടും ഡൗൺ സെക്ഷൻ എന്ന് പറയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു കമ്പനിയുടെ ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കമ്പനിയുടെ ആക്ച്വൽ പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്താണ് ബിസിനസ്സിൽ വന്നിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടി, ascertain ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, നേരത്തെ കാണിക്കാത്ത എല്ലാ എക്സ്പെൻസസും നമ്മൾ ഇവിടെയാണ് കാണിക്കുക. അതേപോലെ നേരത്തെ കാണിക്കാത്ത എല്ലാ ഇൻകംസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഹെഡിലാണ് കാണിക്കുക. ടു ascertain നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ദ ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ascertain ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താ പറയുക, all expenses and losses other than those taken in the trading account are shown on the debit side. ഡെബിറ്റ് സൈഡിലാണ് നമ്മളുടെ മേലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാത്ത എല്ലാ എക്സ്പെൻസസും ലോസസും നമ്മൾ ഈ ഡെബിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കാണിക്കേണ്ടത്. അത് ഏതൊക്കെയെന്നുള്ള ഫോർമാറ്റ് പറയുന്നുണ്ട്. അതേപോലെ നമ്മളിവിടെ നേരത്തെ കാണിക്കാത്ത എല്ലാ ഇൻകംസും ഗെയിൻസും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കാണിക്കേണ്ടത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, നേരത്തെ ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് വന്ന അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഐദർ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നമുക്കിങ്ങനെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ വേരിയേഷൻ നോക്കി എന്നിട്ട് ഡിഫറൻസ് ഐദർ ഒന്നല്ലേ നെറ്റ് പ്രോഫിറ്റ് ആവും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആവും. നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും പ്രിപ്പയർ ചെയ്ത് കിട്ടി. ആ കിട്ടിയ എമൗണ്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് കിട്ടിച്ച ആ എമൗണ്ട് അവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്യണം. അതിന്റെ കൂടെ ഡ്രോയിങ്സ് ലെസ് ചെയ്തിട്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ ബാലൻസ് ഷീറ്റ് പറയുന്ന ടൈമിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയിൽ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ തിയറി എഴുതുന്ന ടൈമിൽ നിർബന്ധമായിട്ടും ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ,
ഓക്കെ, ദ ഫോർമാറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഇതിലുള്ള എല്ലാതും വരണം എന്നില്ല, പക്ഷെ ഫോർമാറ്റ് പറയുമ്പോൾ എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് സൈഡിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക, ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിക്ക് ടു ഗ്രോസ് ലോസ്. അടുത്ത എന്താ ടു സാലറീസ്, റെന്റ്, റേറ്റ്, ടാക്സസ്, to printing and stationery, to postage expenses, to audit fee, to general expenses, to repairs and maintenance, to fire insurance premium, to legal expenses, to office expenses, to interest and bank charges, to bad debt, to discount allowed, to commission, to advertising, to depreciation, to office expenses, to loss on sale of asset, to carriage outward, to distribution expenses. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് വന്ന ഇൻഡയറക്റ്റ് വരുന്ന എല്ലാ എക്സ്പെൻസസും നമുക്ക് എന്തെങ്കിലും ലോസസ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പറയും. അത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. അഡ്ജസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ ഓരോന്നിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ ഇത് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്ന എന്തെങ്കിലും ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞാൽ റെന്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്തത്, ബാഡ് ഡെറ്റ് റിക്കവേർഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ. അപ്പുറത്ത് എന്തെങ്കിലും ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് വന്ന പോലെ ഇവിടെ എന്തെങ്കിലും ഇൻകാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അത് മെൻഷൻ ചെയ്യണം. അതേപോലെ മിസ്ലേനിയസ് ഇൻകം, വേറെ എന്തെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ അത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒന്നല്ലേ എന്ത് കിട്ടും, ഐദർ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കിട്ടും. അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് എമൗണ്ട് ക്ലോസ് ചെയ്യുക. ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും കൂടി വരും. പ്രീപെയ്ഡ് എക്സ്പെൻസസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വരുന്ന ടൈമിൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റിന്റെ വീഡിയോയിൽ പറയാം. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ട്രേഡിംഗ് എന്താ പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താ പറഞ്ഞു, ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞു ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഒരു അക്കൗണ്ട് പീരിയഡിക്കുള്ളതാണ്, അതൊരു പെർട്ടിക്കുലർ ഡേറ്റിത്തെ അല്ല. ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ എന്താ, സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അതൊരു പെർട്ടിക്കുലർ ഡേറ്റിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഒരു ലൈക്ക് ഡിസംബർ 31 എന്നുള്ള ഡേറ്റിനാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ ഒരു ഡേറ്റിൽ എന്താണ് കമ്പനിയുടെ പൊസിഷൻ എന്നാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. Okay, it is a static statement. It is a statement showing the asset, liabilities and capital of the business on a particular date. ആ ഒരു particular dateൽ അല്ലെങ്കിൽ മാർച്ച് 31 അല്ലെങ്കിൽ ഡിസംബർ 31 ഓരോ കമ്പനീസ് ഓരോ രീതിയിലാണ് പോകുന്നത്. നോർമലി മാർച്ച് 31 ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ കമ്പനിയുടെ അസറ്റ്, ലയബിലിറ്റീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും പറയാറുണ്ട്, ഓൾസോ നോൺ ആസ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതിന്റെ വൺ വേർഡിലൊക്കെ വരാറുണ്ട്. ബാലൻസ് ഷീറ്റിന്റെ അതർ നെയിം ചോദിച്ചിട്ട് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും പറയാം. ഓക്കെ, it is a sheet contain balances remaining after preparing the trading and profit and loss account. Trading and profit and loss account prepare ചെയ്തതിനു ശേഷം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ബാലൻസ് എന്താണ് ഉള്ളതെന്നുള്ളത് ഒരു ഷീറ്റിൽ നമ്മൾ കാണിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഷീറ്റ് ഈസ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്, ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്, നോട്ട് എ പെർട്ടിക്കുലർ പീരിയഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത്രയാണ് ബാലൻസ് ഷീറ്റ് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെ പെട്ടെന്ന് നമ്മൾ ഒരു ഫോട്ടോ എടുത്തു വിചാരിക്കോ, അപ്പൊ ആ ഒരു സെക്കൻഡിലെ ഫോട്ടോ നമുക്ക് അവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ട്രെയിൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു കാർ മൂവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫോട്ടോ എടുത്തതിന് ആ ഒരു സെക്കൻഡിലെ ഫോട്ടോ നമുക്ക് കിട്ടുന്നത്, അത് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതേപോലെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാൻ വേണ്ടി പറയാണ്. കാരണം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് പൊസിഷൻ എന്നാണ് നമ്മൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാലൻസ് ഷീറ്റ് നമ്മൾ രണ്ട് ഹെഡ്സ് ഉണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒന്ന് ലയബിലിറ്റി സൈഡും ഒന്ന് അസറ്റ് സൈഡും. ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്തെല്ലാമാണ് കാണിക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ, നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ കാണിക്കും, പിന്നെ റിസർവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും,
ലോങ് ടേം ലയബിലിറ്റീസ് ലൈക്ക് മോർട്ടഗേജ് ലോൺസ് അങ്ങനത്തെ എന്തെങ്കിലും ലോൺസ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓഡി, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലൈക്ക് എക്സെട്ര അങ്ങനെ വരുന്ന കറണ്ട് ലയബിലിറ്റീസ് കാണിക്കും. അതേപോലെ അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ് ഉണ്ടാവും. ഫിക്സ്ഡ് അസറ്റ് എന്തൊക്കെയാണ്? ഗുഡ് വിൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലൂസ് ടൂൾസ്, പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക്, മോട്ടോർ വെഹിക്കിൾസ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചർ എന്നുള്ള ഫിക്സ്ഡ് അസറ്റ് കാണിക്കും. അതേപോലെ ലോങ് ടേം ലയബിലിറ്റി പോലെ തന്നെ ഇവിടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ്സ് കാണിക്കും. ലാസ്റ്റ് വൺ കറന്റ് അസറ്റ്സ്. കറന്റ് അസറ്റ്സും എന്തെങ്കിലും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്വേർഡ് ഇൻകം, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക്. ഇത്രയും കാര്യങ്ങളെല്ലാം കറന്റ് ലയബിലിറ്റീസ് കറന്റ് അസറ്റ്സിൽ കാണിക്കും. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ്സ് ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എമൗണ്ട് ബാലൻസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ പെർട്ടിക്കുലർ ഡേറ്റിലാണ് നമ്മൾ കാണിക്കുന്നത്. ആ ഒരു ഡേറ്റിലെ സ്റ്റാറ്റിക് ഇൻഫോർമേഷൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഇതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ഫൈനൽ അക്കൗണ്ട്, എന്താണ് ബാലൻസ് ഷീറ്റ്, എന്താണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു ഫോർമാറ്റും ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ്. ഇതിൽ വരുന്ന നമ്മൾ ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണ്ട എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും കൂടിയിട്ടാണ് നെക്സ്റ്റ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.